ഹായ്, ഇന്നത്തെ ബിയർ ബോട്ടിലുകൾ. അപ്പോൾ ബിയർ ബോട്ടിലുകൾ വെച്ചിട്ട് ഗാർഡനിൽ അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത്രയും ബിയർ ബോട്ടിലുകൾ നമ്മൾ എങ്ങനെ കളക്ട് ചെയ്തെന്ന് കാണണ്ടേ. അപ്പോൾ നമുക്ക് ആദ്യം അത് കാണാം. അപ്പോൾ നമ്മൾ കാപ്പാട് ബീച്ചിലാണുള്ളത്. അപ്പോൾ ആളുകളൊക്കെ വരുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് ഉള്ളോട്ട് മാറിയിട്ടാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ ഇവിടെ ഈ സൈഡുകളിലൊക്കെ ഈ ബീച്ചിൻ്റെ സൈഡുകളിലൂടെ ഒക്കെ ധാരാളം ബിയർ ബോട്ടിലുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ കളക്ട് ചെയ്യാം. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ ധാരാളം ബിയർ ബോട്ടിലുകൾ ഇതേപോലെ കിടക്കുന്നുണ്ട്. നമുക്കിതൊക്കെ കളക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്ലൗസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് വണ്ടിയിലേക്ക് അടിക്കും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡിക്കിയിൽ നമ്മൾ നിറച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെയുള്ള 2 ചാക്കിൽ നമ്മൾ ഫുള്ളാക്കുന്നുണ്ട്. ഇനി ഒരുപാട് നമുക്ക് പെറുക്കിയെടുക്കാണ്ട്. എത്ര വേണമെങ്കിൽ കിട്ടും, 1000, 2000, 3000 എത്ര വേണമെങ്കിൽ കിട്ടാണ്ട്. കുറച്ച് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒരു 500-500-ലധികം പീസുകൾ ഞങ്ങൾ പെറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബിയർ ബോട്ടിലുകളൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കണം. അപ്പോൾ ബിയർ ബോട്ടിലുകളൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കിയെടുത്തു. ഇനി നമുക്ക് നമ്മുടെ പണി ആരംഭിക്കാം. ആദ്യം നമ്മുടെ ഗാർഡനിൽ ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ ഹോസ് വെച്ചിട്ട് വണ്ണം കുറഞ്ഞ ഹോസ് വെച്ചിട്ട് നമ്മൾ ഒരു ലവ് ചിഹ്നം അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ കുറ്റികളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ റെഡിയാക്കി എടുത്തതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പുറം സൈഡ്, അതായത് ഈ ഹോസ് വെച്ചതിൻ്റെ പുറം സൈഡിലൂടെ നമുക്കൊന്ന് ഇതേപോലെ കൊത്തി കിളച്ചെടുക്കണം. അപ്പോൾ ചുറ്റുഭാഗവും നമുക്ക് കൊത്തി കിളച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ലവ് ചിഹ്നത്തിൻ്റെ ചുറ്റുഭാഗവും നമ്മൾ കൊത്തി കിളച്ചെടുത്തു. ഇനി നമുക്ക് ബോട്ടിലുകൾ അടുക്കി വെക്കാം. അപ്പോൾ അതിൻ്റെ പുറം സൈഡിലൂടെ കൊത്തി കിളച്ച ഭാഗത്തൂടെ നമ്മൾ ബോട്ടിലുകൾ അടുക്കി വെക്കുന്നുണ്ട്. അത് നമ്മൾ ബോട്ടിലിൻ്റെ ആ കൂർത്ത ഭാഗം, അതായത് വായുഭാഗം നമ്മൾ അടിയിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചുറ്റുഭാഗത്തൂടെ നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഹോസിന് ചുറ്റും നമ്മൾ ബോട്ടിലുകൾ അടുക്കി വെച്ചു. ഇനി നമുക്ക് ഈ ഹോസ് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലവ് റെഡിയായി. ഇനി നമുക്കിതിൻ്റെ ബോട്ടിലിൻ്റെ പുറംഭാഗത്തൂടെയും അതേപോലെ തന്നെ അകംഭാഗത്തൂടെയും നമുക്ക് മണ്ണ് ചൊരിഞ്ഞു കൊടുക്കാം. ആ മണ്ണ് ചൊരിഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുപ്പിയൊക്കെ ലെവലാക്കിയതിന് ശേഷം നന്നായിട്ട് ഉറപ്പിച്ച് നിർത്തണം.
അപ്പോൾ ആ ബോട്ടിലുകളുടെ പുറംഭാഗത്തും അകംഭാഗത്തും നമ്മൾ മണ്ണ് ചൊരിഞ്ഞു കൊടുത്തു. ഇനി നമ്മൾ രണ്ട് സൈഡിലും ആ മണ്ണ് നന്നായിട്ട് അമർത്തി ഈ കുപ്പിയൊക്കെ റെഡിയായിട്ട് ലെവലാക്കി നിർത്തിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് അമർത്തി ഉറപ്പിച്ച് നിർത്തുന്നു. ഇനി നമ്മൾ വെച്ച ബോട്ടിലുകളുടെ ഉയരം റെഡി ആവാൻ വേണ്ടിയിട്ട്, ഒരേ ഉയരം കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു മരത്തിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ചുറ്റിക വെച്ച് നന്നായിട്ട് മുട്ടി റെഡിയാക്കി എടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്ത് മണ്ണ് ചൊരിഞ്ഞ് ഉയർത്തിയെടുക്കണം. നടുഭാഗത്തേക്ക് അല്പം ഉയർന്നു സൈഡ് ഭാഗത്തിലേക്ക് അല്പം താഴ്ന്നുമാണ് നമ്മൾ മണ്ണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ലവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ ബോട്ടിൽ വെച്ചുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ലവ് നമ്മൾ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം പുറംഭാഗത്തെ ലവ് അകംഭാഗത്തെ ലവ് നമ്മൾ റെഡിയാക്കി എടുത്തു. ഈ രണ്ട് കള്ളികളിൽ നമുക്ക് മണ്ണ് ചൊരിഞ്ഞു കൊടുക്കണം. ബോട്ടിലിന്റെ ഹാഫ് ഭാഗം ഉയരത്തിൽ നമ്മൾ മണ്ണ് ചൊരിഞ്ഞ് റെഡിയാക്കി എടുക്കുന്നത്. രണ്ട് കള്ളികളിൽ നമ്മൾ മണ്ണ് നിറച്ചെടുത്തു. ഇനി നമുക്ക് മൂന്നാമത്തെ ലവ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് 3 ലവ് നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കിയെടുത്തു. ഇതൊക്കെ ഈ ബോട്ടിലിന് മുകളിലുള്ള മണ്ണൊക്കെ മാറ്റണം. അതിന് വേണ്ടിയിട്ട് വെള്ളം അടിച്ചിട്ട് നമ്മൾ ആ ബോട്ടിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ബോട്ടിലുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെടികൾ വെക്കാം. അപ്പോൾ ചെടികൾ വെക്കാൻ വേണ്ടി നമ്മൾ വളം ചേർത്ത നമ്മൾ മിശ്രിതം ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചകിരിച്ചോറും മണ്ണൊക്കെ ചേർത്ത അതേപോലെ എല്ലുപൊടിയൊക്കെ ചേർത്ത മിശ്രിതമാണ് നമ്മൾ ചെടി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ചെടികളൊക്കെ വെച്ചെടുത്തു. ഈ രണ്ടാമത്തെ കളിയിൽ, അതായത് നടുഭാഗത്തെ കളിയിൽ നമ്മൾ കടൽപ്പുഴി നമ്മൾ ചൊരിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് കളിയിൽ നമ്മൾ ഇതേപോലെ ഗ്രാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ഗ്രാസ് വെക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാസൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ ഒഴിവ് ഗ്രാസ് വെക്കാത്ത ഭാഗത്ത് നമ്മൾ ബേബി മെറ്റൽ ചൊരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ കടൽപ്പൂയി കൊടുത്ത ഭാഗത്ത് നമ്മൾ കളർ കല്ലുകൾ കൊടുക്കുന്നുണ്ട്. ഈ കല്ലുകൾക്ക് നമ്മൾ തന്നെ കളർ കൊടുത്തെടുത്താണ്. അരയിഞ്ച് മെറ്റൽ എടുത്തതിന് ശേഷം അതിന് നമ്മൾ ഇതേപോലെ പലതരത്തിലുള്ള കളർ കൊടുത്തെടുത്താണ്. ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ വന്നപ്പോൾ ബീർ ബോട്ടിലുകൾ സംഘടിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നാണ് കരുതിയത്. പക്ഷേ വളരെ ഈസി ആയിരുന്നു. അത് നമ്മുടെ ബീച്ചിലേക്ക് പോയപ്പോൾ ബീച്ചിൽ നിന്ന് ആളുകളൊക്കെ വരുന്ന ഭാഗത്തു നിന്ന് കുറച്ച് ഉള്ളോട്ട് മാറിയപ്പോൾ ധാരാളം ബീർ ബോട്ടുകൾ നമുക്ക് ഇതേപോലെ കിട്ടി. നമ്മുടെ തമ്പനയിൽ 1000 ബീർ ബോട്ടുകൾ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ 200 ബീർ ബോട്ടിലുകളാണ് ഇതിനായിട്ട് ഉപയോഗിച്ചത്. ഇനിയും കുറച്ച് ബീർ ബോട്ടിലുകളൊക്കെ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. അത് മറ്റ് ഐഡിയകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ അത് ബീർ ബോട്ടിൽ കൊണ്ടുള്ള ഗാർഡൻ ഐഡിയ. അപ്പോൾ ഇവിടെ നമ്മൾ കടൽപ്പൂയാണ് കൊടുത്തത്. അത് ഉപ്പുരസമൊന്നും ഇല്ലാത്ത കടൽപ്പൂയാണ്. നമ്മൾ എടുത്തു വെച്ച് കുറേ കഴിഞ്ഞതിന് ശേഷമുള്ള മഴയൊക്കെ കൊണ്ടതിന് ശേഷമുള്ള കടൽപ്പൂയാണ്. പിന്നെ അതിൽ നമ്മൾ കളർ കൊടുത്ത കല്ലുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബേബി മെറ്റൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീർ ബോട്ടിൽ വെച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ ഗാർഡൻ ഐഡിയ, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തിരിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.